നമസ്കാരം. വിവാദങ്ങൾക്ക് പിന്നാലെ KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലപ്പത്ത് അഴിച്ചുപണി. സെല്ലിന്റെ ചുമതല എറണാകുളം MP ഹൈബി ഈഡന് നൽകി. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റേതാണ് തീരുമാനം. പ്രൊഫഷണൽ സംഘത്തെ നിയോഗിച്ച സോഷ്യൽ മീഡിയ സംഘത്തെ ശക്തമാക്കുമെന്ന് ഹൈബി ഈഡൻ പറഞ്ഞു. BD ബിഹാർ പോസ്റ്റിന് പിന്നാലെ VT ബൽറാം സെല്ലിന്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞെങ്കിലും KPCC രാജി സ്വീകരിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും പുതിയ ടീമിന്റെ പ്രവർത്തനം. സാമൂഹിക മാധ്യമ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിന് മുതിർന്ന നേതാക്കളുടെ മോണിറ്ററിംഗ് ടീം ഉണ്ടായിരിക്കുമെന്നാണ് വിവരം. കർശനമായ മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണ സംവിധാനങ്ങളും കൊണ്ടുവരും. KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പേരും മാറ്റി. ഇനി മുതൽ സോഷ്യൽ മീഡിയ സെൽ എന്നായിരിക്കും അറിയപ്പെടുക. ദേശീയ തലത്തിലും മറ്റ് സംസ്ഥാന ഘടകങ്ങളിലും സോഷ്യൽ മീഡിയ സെൽ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ മാത്രമായിരുന്നു ഇതുവരെ ഡിജിറ്റൽ മീഡിയ സെൽ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് അതൃപ്തിയുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ VD സതീശനെതിരെ സൈബർ ആക്രമണം അതിരുവിട്ടതായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം. പാർട്ടി നയം പാലിച്ചുള്ള സോഷ്യൽ മീഡിയ ഇടപെടൽ മാത്രമേ ഇനി അനുവദിക്കൂ. സെപ്റ്റംബർ മാസത്തിൽ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ BD ബീഹാർ പോസ്റ്റ് വിവാദമായിരുന്നു. അതിന് പിന്നാലെ VT ബൽറാം രാജിവെച്ചുവെന്ന വിവരം പുറത്തുവന്നു. എന്നാൽ VT ബൽറാമിന്റെ രാജി KPCC അംഗീകരിച്ചിരുന്നുമില്ല. ചെയർമാൻ സ്ഥാനത്ത് തുടരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. GST പരിഷ്കരണത്തെ പരിഹസിച്ച് കോൺഗ്രസിന്റെ കേരള ഘടകം Xൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് വിവാദമായത്. BDയും ബീഹാറും തുടങ്ങുന്നത് ബിയിൽ നിന്നാണ് എന്ന പോസ്റ്റാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര സമാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു വിവാദ പോസ്റ്റ്. പുകയില ഉൽപ്പന്നങ്ങളുടെ GST വെട്ടിക്കുറച്ചതിന് ഉദ്ദേശിച്ചായിരുന്നു കോൺഗ്രസിന്റെ പോസ്റ്റ്. ബീഹാറിനെ ഇകഴ്ത്തി കാണിച്ച് പറഞ്ഞതായിരുന്നു വിവാദത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. BJPയും തേജസ്വി യാദവും ഇടതുപക്ഷവും അടക്കമുള്ളവർ പ്രതിഷേധമുയർത്തിയതോടെ പോസ്റ്റ് നീക്കം ചെയ്യുകയായിരുന്നു. വലിയ പുലിവാലാണ് ഈ വിഷയത്തിൽ KPCC അടക്കമുള്ള സംഘടനകൾ പിടിച്ചത്. എന്തായാലും കോൺഗ്രസിനും UDF മുന്നണിക്കുമൊക്കെ ആകെ നാണക്കേടായി മാറിയിരുന്നു ആ പോസ്റ്റ്. അതിന്റെ ഉത്തരവാദിത്തം VT ബൽറാം എന്തായാലും ഏറ്റെടുത്തിരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജിവെച്ച് മാറുന്നത്. പുകയില ഉൽപ്പന്നങ്ങളുടെ GST വെട്ടിക്കുറച്ചതിനാൽ ഇനി അത് പാപമായി കണക്കാക്കാൻ കഴിയില്ലെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു. BJP ദേശീയ തലത്തിൽ തന്നെ ഈ പോസ്റ്റ് വലിയ ചർച്ചാ വിഷയമാക്കി. പോസ്റ്റിനെ കുറിച്ച് പാർട്ടിക്കുള്ളിലും ഇന്ത്യ സഖ്യത്തിലും വൻ എതിർപ്പും ഉണ്ടായി. അക്ഷരാർത്ഥത്തിൽ VT ബൽറാമിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഈ ഒരു പോസ്റ്റ്. ബീഹാറിനെ കോൺഗ്രസ് അവഹേളിച്ചെന്ന് ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൌധരി വിമർശിച്ചു. AICCയും സംസ്ഥാന നേതൃത്വത്തെ കടുത്ത എതിർപ്പും അറിയിച്ചു. ഇതെല്ലാം മാറ്റങ്ങൾക്ക് കാരണമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സൈബർ ആക്രമണം വൻ വിവാദമായതോടെയാണ് VT ബൽറാം സ്ഥാനമൊഴിയാനും തീരുമാനിച്ചത്. രാഹുൽ MLA സ്ഥാനം ഒഴിയാൻ സമ്മർദ്ദം ചെലുത്തിയ VD സതീശനെതിരെ വ്യാപക സൈബർ ആക്രമണം ഉണ്ടായത് തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ചിരുന്നു.